ഫ്രണ്ട്സ്, വെൽക്കം ടു ആർച്ചൂസ് ഈസി കുക്കിംഗ്. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കാമല്ലോ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി അല്ല കേട്ടോ. ഇതുണ്ടാക്കാനായിട്ട് കുറച്ച് പണിയുണ്ട്, കുറച്ച് പാടുണ്ട്. എന്നാൽ തന്നെയും കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ചിലവ് കുറഞ്ഞ് ഗുണമേറിയ സർബത്ത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തുടർന്ന് തന്നെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും എനേബിൾ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. നമുക്കിനി സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണ് നറുനെല്ലി. കണ്ടോ, ഞാൻ ഇവിടെ ഒരു 50 ഗ്രാം നറുനെല്ലി എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ആയുർവേദ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. 50 ഗ്രാമിന് ഏകദേശം ഒരു 40 രൂപയോളം വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തോരം കൂടുതൽ ക്വാണ്ടിറ്റി സർബത്ത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നറുനെല്ലി വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ നറുനെല്ലിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് സർബത്തിൻ്റെ. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നമ്മൾ വെള്ളത്തിലിടുമ്പോൾ തന്നെ മണ്ണും പിന്നെ അതിൻ്റെ പൊടിയൊക്കെ മുകളിലോട്ട് പൊങ്ങി വരും. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്കൊരു അരമണിക്കൂർ ഇത് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ കുതിർന്ന് കിട്ടും ഇത് നന്നായിട്ട്. അപ്പോൾ നമുക്ക് ചതയ്ക്കാനൊക്കെ വളരെ ഈസി ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായിട്ടിരിക്കും. കണ്ടോ, അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഒരു കല്ലിലിട്ട് ചതച്ചെടുക്കുവാണേ. മിക്സിയിലിട്ട് അടിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചതച്ചെടുത്ത നറുനെല്ലി നമുക്കിനി മിക്സിയിലിട്ട് 2-3 പ്രാവശ്യം അടിച്ചെടുക്കണം. കണ്ടോ, ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിനു മുമ്പ് ഇതിലേക്ക് നമുക്ക് 4 ഏലക്ക കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചുകൊണ്ട് വരാം. അപ്പോൾ ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ അടിച്ചിട്ടാൽ മതി. നല്ല പൊടി പോലെ അടിച്ചെടുക്കണമെന്നൊന്നുമില്ല. ഒരു 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് എന്തോരം വെള്ളമാണ് നമ്മുടെ 50 ഗ്രാം നറുനെല്ലിക്ക് വേണ്ടതെന്ന് നോക്കാം. ടോട്ടൽ നമുക്ക് 2 ലിറ്റർ വെള്ളമാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 1.5 ലിറ്ററിൻ്റെ കുപ്പിയിൽ ഫുൾ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് 1.5 ലിറ്റർ വെള്ളമാണ് ആവശ്യമുള്ളത്. ബാക്കി 1/2 ലിറ്റർ വെള്ളം നമുക്ക് പിന്നീടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ 1.5 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആ വെള്ളം ഫുള്ള് ഒഴിച്ചു കൊടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ നറുനെല്ലി, അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് ഈ കുപ്പിയിൽ തന്നെ കുറച്ച് വെള്ളം ഉപയോഗിച്ച് ആ മിക്സിയുടെ ജാറുകൂടി ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടി അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. ഈ വെട്ടി തിളച്ച് നറുനെല്ലിയുടെ എല്ലാ ഗുണങ്ങളും നമ്മുടെ വെള്ളത്തിലോട്ട് വന്ന് ചേരണം. അപ്പം അതുവരെ നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കണം. കണ്ടോ, ഇതുപോലെ അതിൻ്റെ വെട്ടി തിളയ്ക്കണം. അപ്പോൾ ആ ടൈമിൽ നമുക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ നമുക്ക് 2.5 കപ്പ് ഷുഗറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യണം. കാരണം നമ്മൾ ഇനി കൈ വിടാണ്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഷുഗർ കരിഞ്ഞു പോകും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ സർബത്തിന് ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. അപ്പം അത് കാരണം കൈ വിടാണ്ട് ഇളക്കി കൊടുക്കണേ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ദേ നമ്മുടെ ഷുഗറൊക്കെ ചെറുതായിട്ടൊന്ന് ഉരുകി വരുന്നുണ്ട്. ചില സ്ഥലത്തൊക്കെ ബ്രൗൺ കളർ പോലെ ആയി വരുന്നുണ്ട്. ഇത് ഫുള്ള് നന്നായിട്ട് ഉരുകി ഫുൾ ബ്രൗൺ കളർ ആവുന്ന വരെ ഇളക്കി കൊടുക്കണം. അപ്പോൾ കണ്ടോ, ഇതുപോലെ നമുക്ക് കിട്ടണം. കണ്ടോ, ഇതുപോലെ കിട്ടണം. കൈവിടാണ്ട് ഇളക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. അത് കാരണം നന്നായിട്ട് ഇളക്കണേ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ 1/2 ലിറ്റർ മാറ്റി വെച്ചില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതെങ്ങാനും മേത്ത് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സീനായി പോവും. അത് കാരണം സൂക്ഷിച്ച് പതിയെ ഒഴിക്കണം. മേത്ത് വീണ് കഴിഞ്ഞാൽ വെള്ളം വീഴുന്ന പോലെ ആയിരിക്കില്ല, ഭയങ്കര പണിയായി പോവും. അത് കാരണം സൂക്ഷിച്ച് ഒഴിക്കണം. ഒഴിക്കുമ്പോൾ ആദ്യം ഇങ്ങനെ വരുന്നതെന്ന് വെച്ച് പേടിക്കൊന്നും വേണ്ട. അത് പതിയെ പതിയെ അലിഞ്ഞ് വന്നോളും. കണ്ടോ, ഇതുപോലെ അലിഞ്ഞ് കിട്ടും. നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുത്താൽ മതി, ഇതുപോലെ അലിഞ്ഞ് കിട്ടും. ഇനി നന്നായിട്ട് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ നറുനെല്ലിയുടെ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സൂക്ഷിച്ച് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മേത്തോട്ടൊന്നും വീഴാണ്ട് സൂക്ഷിക്കണേ. ഗ്യാസിൽ ചെയ്യുന്നതിലും നല്ലത് അടുപ്പിൽ ചെയ്യുന്നതാണ് കേട്ടോ. നമുക്ക് കുറേ ഗ്യാസ് അല്ലെങ്കിൽ വേണ്ടി വരും ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് അടുപ്പിൽ ചെയ്യുന്നതിന് ശ്രദ്ധിക്കുക. പറ്റുന്ന ആൾക്കാർ അടുപ്പിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇനി വെട്ടി തിളയ്ക്കണം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇനി ഇളക്കി കൊടുക്കണം.
നമ്മൾ എടുത്ത വെള്ളത്തിന്റെ പകുതിയിൽ താഴെയായിട്ട് ഇത് കുറഞ്ഞു വരണം. എന്നാൽ മാത്രമേ ഇപ്പോൾ തേൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, അതുപോലെ നമുക്ക് കിട്ടണം. അല്ലാണ്ട് നമ്മൾ വെറുതെ വെള്ളം പോലെ ആക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ നമുക്ക് നമ്മുടെ സർബത്ത് ഉണ്ടാക്കുമ്പോൾ കുറേ ഇത് ഉപയോഗിക്കേണ്ടി വരും. അത് കാരണം നന്നായിട്ട് കുറുകി വരണം. ഇപ്പോൾ കണ്ടോ, ഞാൻ എടുത്തത് വെള്ളം എടുത്തതിനേക്കാളും പകുതിയായിട്ട് ഇത് കുറഞ്ഞു വന്നിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ നമ്മുടെ സർബത്ത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് പറ്റില്ല, കുറച്ച് പണിയുണ്ട്. എന്നാൽ തന്നെയും നമുക്ക് വളരെ ഗുണമേറിയ സർബത്ത്, അതും ചിലവ് കുറഞ്ഞ് 1/2 ലിറ്റർ സർബത്തിനൊക്കെ എറണാകുളത്തൊക്കെ 150-ലും അതിനും മേലെയാണ്. ഇതിപ്പോൾ നമുക്ക് 40 രൂപയും പിന്നെ പഞ്ചസാരയുടെ ചിലവ് വന്നുള്ളൂ. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ കുറച്ച് എഫേർട്ട് ഉണ്ട്, ഇത്രേ ഉള്ളൂ. കണ്ടോ? അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. കണ്ടോ? കയ്യിൽ വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ നൂല് പോലെ വരും. ഇതാകുമ്പോൾ നമുക്ക് 1 സ്പൂൺ ഇട്ടാൽ മതി. അപ്പം അതിൻ്റെ ആ ടേസ്റ്റ് അത്ര തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ. ഇനി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.